In the last class, we completed the first two paragraphs of "And then Gandhi came." In the first two paragraphs, we saw the condition of India just after the First World War. Instead of peace, this First World War brought repressive and military law. The mind of the people were filled with humiliation and anger and humiliation of unemployment, poverty, helplessness and hopelessness. They don't know where to look, what to do, how to overcome this situation. So they were in urgent need of, they know one thing, that this vicious process started many years before eating the soul of India, poisoning every aspect of their life. So they were in urgent need of a guidance. The people of India was in urgent need of a leadership. So it is at the right time Gandhiji entered into the politics. Not politics, he entered into the life of the people. He did many things to save the life of the people, right? The same thing you can see in the next paragraphs, that is the paragraph number 3. And then Gandhi came. അപ്പോഴാണ് ഗാന്ധിജി വരുന്നത് സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക്, അവരുടെ ജീവിത രീതി, അവരുടെ അവസ്ഥ മനസ്സിലാക്കി ആ അവസ്ഥയ്ക്ക് ഒരു അവസാനം കുറിപ്പിക്കാൻ വേണ്ടി ഗാന്ധിജിയുടെ വരവ് അല്ലേ. അപ്പം ഗാന്ധിജിയുടെ വരവ് എങ്ങനെയാണ് എന്നതൊക്കെ നമുക്കിവിടെ ജവഹർലാൽ നെഹ്റു പറഞ്ഞിരുന്നുണ്ട് അല്ലേ. ഹി വാസ് ലൈക്ക് എ, സോ ഹി ഇവിടെ ഗാന്ധിജിനെ പറ്റിയാണ് പറയുന്നത്. He was like a powerful current of fresh air that made us stretch ourselves and take deep breaths, right? Like a beam of light that pierced the darkness and removed the scales from our eyes. Like a whirlwind that upsets many things, but most of all the working of people's minds. He did not descend from the top. He seemed to emerge from the millions of India speaking their language. So here in this paragraph, you can see the coming of Gandhiji. Coming of Gandhiji, and his coming was like a powerful current of fresh air. So the people were in need of an urgent leadership. They want to breathe. They want to relax. So his coming was like a powerful current of fresh air. എന്താണ് നല്ലൊരു ഒരു വായുപ്രവാഹം തന്നെ. നമുക്കറിയാം, നമ്മളൊരു മുറിയിലിട്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്രഷ് എയറിൻ്റെ ഒരു കുറവ് അവിടെ ഉണ്ടാവും. അപ്പോൾ ആ പെട്ടെന്ന് ജനലും വാതിലൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം അല്ലേ, നന്നായിട്ടൊന്ന് ശ്വസിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഗാന്ധിജിയുടെ വരവ് ആ ഒരു രീതിയിലായിരുന്നു, ജനങ്ങളുടെ ഇടയിലേക്ക് നല്ല രീതിയിലുള്ള ഒരു വായുപ്രവാഹം എന്ന് പറയുമ്പോൾ അവർക്കൊന്ന് റിലാക്സ് ചെയ്യാനും ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ കഴിയുന്ന ഒരു വ്യക്തി അവരുടെ ഇടയിലേക്ക് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് നമ്മളിവിടെ കാണുന്നത്. ഹി വാസ് ലൈക്ക് എ പവർഫുൾ കറന്റ് ഓഫ് ഫ്രഷ് എയർ ദാറ്റ് മെയ്ഡ് ദം ടു റിലാക്സ് ആൻഡ് ടേക്ക് ഡീപ് ബ്രെത്ത്സ്, അല്ലേ. Like a beam of light that pierced, and the coming of Gandhiji was like pierced into the darkness that was filled in the mind of the people. People were ignorant of many things. They don't know what to do, where to go, how to change this particular condition. അല്ലേ. അപ്പം ആ അറിവില്ലായ്മയൊക്കെ തുടച്ചു മാറ്റുന്ന രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് അറിവിൻ്റെ പ്രകാശധാര ചൊരിഞ്ഞുകൊണ്ടായിരുന്നു ഗാന്ധിജിയുടെ വരവ്. അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ദാറ്റ് പിയേഴ്സ് ദ ഡാർക്ക്നെസ്. എന്തിലേക്ക് തുളച്ചു കയറുകയാണ്? ആ ഇരുട്ടിലേക്ക്, അറിവില്ലായ്മയിലേക്ക് തുളച്ചു കയറിക്കൊണ്ട് എന്താണ്, റിമൂവ് ദ സ്കെയിൽസ് ഫ്രം അവർ ഐസ്. അപ്പം ജനങ്ങളുടെ കണ്ണിൽ നിന്ന് എന്താണ്, അവരുടെ അറിവിനെ അവരെന്ത് ചെയ്യണം, വാട്ട് ടു ഡു, ഹൗ ടു ഓവർകം ദിസ് വിഷ്യസ് പ്രോസസ്, അങ്ങനെയുള്ള എല്ലാ അറിവുകളും അവർക്ക് പകർന്നുകൊണ്ടായിരുന്നു ഗാന്ധിജിയുടെ വരവ്. ലൈക്ക് എ വേൾവിൻഡ്, അല്ലേ, ഒരു ചുഴലിക്കാറ്റ്. നമുക്കറിയാം, ഒരു ചുഴലിക്കാറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാം ഡിസ്റ്റർബ്ഡ് ആവും, എല്ലാ കാര്യങ്ങളും ഡിസ്റ്റർബ്ഡ് ആവും, അല്ലെ. എല്ലാത്തിനെയും തലോടിയെല്ലാം തൊട്ട് അതിനെ ഡിസ്റ്റർബ്ഡ് ആക്കിക്കൊണ്ടാണ് ഈ ചുഴലിക്കാറ്റിന്റെ വരവ്, നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും മനസ്സിലും അല്ലെ ചിന്തകൾ കൊണ്ട് അവരെ ചിന്തിപ്പിക്കാനും ചിന്തകൾ കൊണ്ട് അവരെ വെറുതെ ഇരിക്കുന്നവരല്ലാതെ അവരാക്കി തീർക്കാനും മാറ്റിക്കൊണ്ടാണ് ഗാന്ധിജിയുടെ വരവ്. Like a whirlwind that upset many things, but most of all the working of the people's mind, അല്ലേ. അപ്പം മനുഷ്യരുടെ മനസ്സിലെ ചിന്തകളെ
മാറ്റി മറിച്ചുകൊണ്ട് ഹി ഡിഡ് നോട്ട് ഡിസെൻഡ്. അപ്പം ഗാന്ധിജി അവരുടെ ഇടയിലേക്ക് വന്നതിന് ശേഷം അവർക്ക് വെറുതെ ഇങ്ങനെ ഇത് നമ്മുടെ അവസ്ഥയാണ്, നമ്മളിങ്ങനെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണെന്ന് ചിന്തിച്ച് പോകുന്ന ഒരു രീതിയിലല്ല അവർ മാറി ചിന്തിക്കാൻ തുടങ്ങി. അവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല. നേരത്തെ പറഞ്ഞ അവരുടെ മനസ്സിന് എന്താണ് ദേഷ്യമായിരുന്നു, പിന്നെ അപമാനമായിരുന്നു, അവഗണനയുടെ അപമാനമായിരുന്നു. അപ്പം അതും കയറി അവരിങ്ങനെ ജീവിച്ചു പോവുകയായിരുന്നു. അപ്പം ഗാന്ധിജിയുടെ വരവോടുകൂടി ഇത് പറ്റില്ല, ഇനിയും അങ്ങോട്ട് ഇവരെ സഹിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ചിന്ത, സഹിക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുപ്പിക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഹി ഡിഡ് നോട്ട് ഡിസെൻഡ് ഫ്രം ദ ടോപ്പ്. ഇനി വൈ ടോക്കിംഗ് അബൌട്ട് ഗാന്ധിജി സാധാരണ ജനങ്ങളിൽ ഒരാളാണ് അല്ലേ. അതാണ് അങ്ങനെ മേലെന്ന് ഒരു മേൽത്തട്ടിൽ ജീവിക്കുന്ന ഒരാളല്ല, സാധാരണ ജനങ്ങളെ ഒരു പ്രതിനിധി തന്നെയാണ്. ഹി സീം ടു എമേർജ് ഫ്രം ദ മില്യൻസ് ഓഫ് ഇന്ത്യ. സാധാരണ ജനങ്ങൾ ഒരുവൻ ആൻഡ് സ്പീക്കിംഗ് ദെയർ ലാംഗ്വേജ്, അവരുടെ ഭാഷ സംസാരിക്കുന്ന അവരിലും ഒരാൾ തന്നെയാണ് ഗാന്ധിജി. ഓക്കെ, അത് അത്രയും കാര്യങ്ങളാണ് ഇൻ ദിസ് പാരഗ്രാഫ്. താങ്ക് യു.